ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. എന്താ ഇന്നലത്തെ അതേപോലെ തന്നെ വീഡിയോ തുടങ്ങിയപ്പോ നായ്ക്കള് എന്താ ഇവിടെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നായ്ക്കളെ ശല്യം വളരെ 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 കൂടുതലാണ്. ഞങ്ങളെ കോഴീനെ കൊണ്ടുപോയി. ഞങ്ങളെ ഒരു കോഴിനും അയൽവക്കത്തെ 5 കോഴിനും എങ്ങനെയുണ്ട്? ഇന്നലെ നമ്മള് വീട്ടിൽ കണ്ടില്ലേ നായ്ക്കള് ഐറ്റല് പിടിച്ചു 5 എണ്ണത്തിനെ. പിന്നെ ഇവിടുത്തെ നമ്മളെ ഓമനിച്ച് വളർത്തിയ ഒരാളെയും കൊണ്ടുപോയി. അപ്പൂസിനെ പറഞ്ഞാൽ മതി, അപ്പൂസ് കൂടടച്ചില്ല. ഓനാണ് മെയിൻ കൂടടക്കുന്ന ആളോനാണ്. ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും അറിയണ്ട കേട്ടോ. ആ നേരായ ഓൻ വരും തുറക്കും. അന്ന് ഇതില് പോരും ചെയ്തിട്ടുണ്ട്, വന്നില്ലെങ്കിൽ ഇടയ്ക്ക് ഞങ്ങള് നമ്മളെ വീടിന്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ സമയം എത്രയും നോക്കണോ? 6:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വിശേഷം വരേണ്ട 7 മണിക്കാണ്. 7 മണിക്കാണ് വിശേഷം. എന്താ വീഡിയോ വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് സ്ഥലം പോവാണ്ടായിരുന്നു. ഞങ്ങള് അപ്പൂസിനെ എന്താ സ്കൂൾ തുറക്കാനായപ്പോൾ യൂണിഫോം എടുക്കണം, ബുക്കും ബാഗും ഒക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ചെറുകോട് എന്ന സ്ഥലത്ത് കേട്ടോ, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് പോയിട്ട് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് വന്നിട്ട്. അപ്പം അന്ന് ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ വിശേഷം പറയുന്നു വേണ്ട, നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാനൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ പിന്നെ മനസ്സ് സമ്മതിക്കണില്ല. അപ്പം നമ്മൾ നമുക്കിന്ന് കുറച്ച് നേരം വീട്ടിൽ പോയിരിക്കുന്നു. മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ പറഞ്ഞാൽ ഇരുട്ടായി കൊടുക്കുക. ഈ 6 മണി സമയം പോലെ തന്നെ രാവിലെ മുതലെയാണ്. മെല്ലെ ഇങ്ങനെ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പിന്നെ പോന്നപ്പോ കഴുത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കുഴയില്. പിന്നെ ഇപ്പം ഈ കാണും പോലെ നല്ല കേട്ടോ, നല്ല തലവേദനയൊന്നും എന്നിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇതുണ്ടാവില്ലേ. രാവിലെ തുടങ്ങിയിട്ട് ഗുളിക കുടിച്ചപ്പോൾ മാറി, പിന്നെ ഗുളിക കുടിച്ചില്ലെങ്കിൽ പിന്നെ ഉണ്ടാവും. അങ്ങനെ ഇപ്പം അതിലേക്ക് മൈൻഡ് ഇല്ലാതായിട്ടുണ്ട്. അത്രയും വേദന സഹിച്ച് പിന്നെ കഴുത്തൊക്കെ ഇങ്ങനെ കുഴയേ എന്തൊക്കെയാ പോലെ. നാളെ നമ്മള് കുറെ ആൾക്കാർ നല്ല ഡോക്ടർമാരെ പറഞ്ഞിട്ട്, ന്യൂറോളജിസ്റ്റ്. നാളെ തൽക്കാലം നാളെ നമ്മള് കൊരമ്പേലുണ്ട് ഞങ്ങളുടെ അടുത്താട്ടോ, മഞ്ചേരി കൊരമ്പേല്, അതേപോലെ വണ്ടൂര് നിംസ് അറിയും. അങ്ങനെ ഹോസ്പിറ്റലുണ്ട്. പിന്നെ പെരിന്തൽമണ്ണയാണ് മൗലാന, പിന്നെ കോഴിക്കോട് EMS. പക്ഷെ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്താണെന്ന് വെച്ചാല് നമുക്കൊരു മാസം കഴിഞ്ഞേ കിട്ടുള്ളൂ. ഞങ്ങളെ വീട്ടിൽ പോയി ബുക്ക് ചെയ്താൽ 4 ദിവസം കൊണ്ട് കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം നമ്മൾ നാളെ കൊരമ്പേല് പോയോക്കട്ടെ. ഭയങ്കര പ്രശ്നത്തിലാണ് ഇപ്പൊ തല. ഇപ്പൊ ഒന്ന് പെരടി കൊഴിയാന്ന് പറഞ്ഞിട്ട് നമ്മള് വണ്ടി വന്ന് കുറച്ച് നേരം ഇറങ്ങിയിരുന്നു. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പെരടി പറഞ്ഞാൽ ഇവിടെ കഴുത്തിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കുഴയ ഒരു ഇടങ്ങേറ്. അപ്പൊ അങ്ങനെ കുറച്ചു നേരം ഒരു കടയിൽ ഇറങ്ങിയിരുന്ന് ഇങ്ങനെ പോന്നു. അങ്ങനെ പോന്നു. വീട്ടിലെത്തി ഒന്ന് വിശേഷം ചെയ്യണ്ടെന്ന് കരുതിയാണ്. പിന്നെ എന്തെങ്കിലും കേട്ട് നമ്മളെ മുന്നിൽ വരണ്ടേ. പിന്നെ നമുക്ക് ഫോൺ വിളിച്ചുകൊണ്ട് കുറെ ആൾക്കാർ മരുന്നും ഡോക്ടർമാരുടെ പേരും. ഇന്നിപ്പോ സൗദിയിൽ നിന്ന് ഒരാള് ഇപ്പൊ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്തോണ്ട് നമ്മള് ഈ വിശേഷം പറഞ്ഞോണ്ട് ഇരുന്നപ്പോ ഒരാള് ചെർപ്പളശ്ശേരിയിൽ നിന്നാണ് കേട്ടോ. അയാള് പറഞ്ഞു എന്താ ആര്യവേപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ, നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആര്യവേപ്പ് എങ്ങനെ പറഞ്ഞാള്? വെള്ളം തിളപ്പിച്ചിട്ട് തല കഴുകാന് കുളിച്ചിട്ട് നമ്മളെ തലയില് ഷാമ്പു ഒക്കെ ഉണ്ടെങ്കിലൊക്കെ വരച്ച് കളഞ്ഞിട്ട് കുളി കഴിഞ്ഞതിന് ശേഷം അതിന്റെ വെള്ളം തലേന്ന് ചെയ്യണ്ടേ? തലേന്ന് തിളപ്പിച്ച് വെക്കുക. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉപകാരം ആയിക്കോട്ടെ. നമ്മളെ അടുത്ത് വീട്ടിലുണ്ട് കേട്ടോ. ആള് പറഞ്ഞ നല്ലൊരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും വേദന ഉള്ളവരൊക്കെ ഒന്ന് അങ്ങനെ പറയണില്ല. ആര്യവേപ്പ കൊണ്ട് നല്ലതല്ലേ? ആര്യവേപ്പ് നല്ല. പിന്നെ ഇപ്പൊ എന്താന്ന് പറയുക, സന്ധ്യ സമയമാണ്. 6:30 ബാങ്ക് കൊടുത്തോ? എന്തായാലും ബാങ്ക് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മള് ഈ സമയം ആയാൽ പിന്നെ അങ്ങനെ ഔഷധങ്ങളൊന്നും എടുക്കൊന്നും ചെയ്യൂല. അപ്പൊ വീട്ടിൽ പോയിട്ട് ാണ്. അപ്പൊ നാളെ അത് എന്തായാലും ചെയ്ത് നോക്കണം. അതിനൊന്നും ഇപ്പൊ നമുക്ക് പൈസ ചെയ്ത് നോക്കണം. എന്ത് തല വേദനിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയും ഒന്ന് മാറി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ ആ മരുന്ന് കുടിച്ചാൽ നല്ല ഡോസ് 650 ഡോസിലുള്ള മരുന്നാണ് കുടിക്കുന്നത്. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ഒരു ഉറക്കാണ്, മയക്കാണ്. അത് ഇന്ന സമയമൊന്നുമില്ല. ഇന്ന് രാവിലെ 9:30 ആ സമയത്ത് ഞാനവിടെ ഉറങ്ങിയിട്ട് എപ്പോഴാണ് നീച്ചത് അറിയില്ല. ആ ഉണർന്നപ്പോ എന്റെ ഈ തല അല്ല തോന്നുന്നു, വേറെ ആ തലവേദന പോയി. ഡോക്ടർ നമ്മളെ കൈ കഴിഞ്ഞോണ്ട് നമുക്ക് വേറെ മരുന്നില്ല ഒക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് നാളെ നല്ല ഡോക്ടറെ അടുത്ത് പോയേക്കാം. പിന്നെ യൂസഫാക്ക എന്താ പറഞ്ഞ? യൂസഫാക്ക അമ്മ പാടിയ പാട്ട് യൂസഫാക്കാക്ക് ഇങ്ങോട്ട് ബോധിച്ചിട്ടുണ്ട്. യൂസഫാക്കാന്റെ ഫേവറേറ്റ് പാട്ടാണല്ലോ. അപ്പൊ അമ്മ സത്യം പറഞ്ഞാൽ അത് പഠിച്ചിട്ടൊന്നുമില്ല. അമ്മേനോട് ഇങ്ങനെ ഒരാള് പാട്ടിടാൻ പറഞ്ഞു. അപ്പൊ അമ്മ എടുത്ത വൈക്കട് പാടി. പക്ഷെ നല്ല കരമൊക്കെ ഇട്ട് പാടും, അടിപൊളിയാണ്. അത് അമ്മ പഠിച്ചിട്ട് അമ്മ ഒന്നും കൂടി പാടും. അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പാടാം. അത് പറഞ്ഞപ്പോ രണ്ടുപേരും എങ്ങനെയാ പാടാ ഇരുന്നിടുണ്ട്. അപ്പൂസിന്റെ പാട്ടായിക്കോട്ടെ. അപ്പൂന് എന്തൊക്കെയാ വാങ്ങിയത്? അപ്പൂന് നമ്മള് എന്താ വാങ്ങിയ ഓൻ പറഞ്ഞുതരും.
പറഞ്ഞു കൊടുക്ക എന്തൊക്കെയാന്ന് വാങ്ങി എന്തൊക്കെ വാങ്ങി പറഞ്ഞെടുത്ത പറയല്ല. പിന്നെ പിന്നെ പിന്നെന്താ ബാഗ് മാത്രം വാങ്ങിയാണോ പോന്നേ? ആ ഇതൊക്കെ നോക്കി പറയാം. ബാഗ് ബുക്ക് 2 എണ്ണം ആയിട്ടുള്ളൂ. പോരട്ടെ? പറഞ്ഞു കൊടുക്ക്. ഞാൻ അങ്ങ് കാട്ടുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. ഒരു പെട്ടി പേന 20 പിന്നെ ഓനൊന്ന് കാര്യമായിട്ട് പോകാൻ തോന്നുന്നു കോഡ് വെക്കണം എന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ വെക്കാനാ പൂതി. പറയും തോട് വെക്കാൻ. അപ്പൊ ഞങ്ങളും പറഞ്ഞു ഇന്നലെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഓട് വെക്കണം. ഒന്ന് മഴയല്ല, സമയമല്ല. ഇന്നലെ സമയത്ത് എല്ലാരും ബിസിയാണ്. അമ്മ രാവിലെ ഇവിടെ പോയി അമ്പലത്തിൽ വരുന്ന ചെറുകോട് പോവാണ്ടായിരുന്നു. അമ്മ അങ്ങനെ പോയിട്ട് ഉച്ചക്കത്തെ ബസ്സിനാണ് വന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമ്മള് തലവേദനിച്ച് കിടന്ന് പിന്നെ കുറെ കഴിഞ്ഞിട്ട് സമയം അങ്ങനെ പോയി. കുറെ നേരം കഴിഞ്ഞ നീച്ച് ഇപ്പൊ ഞെക്കണ്ട, സമയം കുറെ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച നമ്മള് പണി തുടങ്ങണം എന്ന് കരുതുന്നുണ്ട്. മനസ്സിലായി അല്ലേ? എല്ലാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട്. അസുഖത്തിന്റെ കാര്യമായാലും വീടിന്റെ കാര്യമായാലും എല്ലാ ആൾക്കാരും നമുക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയോടെ തന്നെ ഏകദേശം ഒക്കെ എങ്ങനെയായത് നമ്മളെല്ലായിടത്തും എല്ലാ വീഡിയോയിലും പറയലുണ്ട്. എല്ലാരും സത്യം പറഞ്ഞാല് നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും സപ്പോർട്ടും മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കുറെ ആൾക്കാർ. കാരണം ഞങ്ങൾ 4 ആള് മാത്രമുള്ള കുടുംബത്തിന് ഞങ്ങൾക്ക് ഇത്രയും സന്തോഷം തന്നത് ആൾക്കാരാണ്. രാത്രി വിളിച്ചിട്ട് നമ്മളോട് മരുന്ന് നമ്മളെ കുടുംബമാരിയായി. കണ്ടിട്ടില്ലെങ്കിലും എല്ലാരും കണ്ട പോലെ കേട്ടോ. എടുത്ത് പറയാനുള്ള കാര്യം മറ്റേ ഞങ്ങള് 4 ആളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പറഞ്ഞ് നടക്കുന്നു. ഞാനിപ്പോ മരുന്നല്ല നമ്മുടെ വിശേഷമൊക്കെ അറിയാം. അങ്ങനെ ചെന്നൈ. പക്ഷെ നമ്മള് എന്താ പറയാ എന്നും രാത്രിയാണ് കൂടുതൽ ആള് വിളിക്കുക. അപ്പൊ ഇന്നാളെ പേര് പറയുമ്പോ പെട്ടെന്ന് പേര് മറന്നു പോകും. പക്ഷെ എന്നാലും നമ്മളില്ലേ അത്രയും അടുത്ത ആള് വിളിക്കണ പോലെ തോന്നിട്ട് ഒരുപാട് ആൾ വിളിക്കുന്നുണ്ട്. ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് അറിയോ? എന്താ അറിയോ, ഇത്രയായിട്ട് നമ്മളെ ബന്ധത്തിന്ന് ആർക്കും ഞാൻ അറിയുന്നുണ്ടാവട്ടോ. നമ്മളോട് പറയാതെ അന്വേഷിക്കാതെ നിക്കറിയില്ല. ആരും കൂടുതൽ ബന്ധുക്കാരില്ല. നമ്മളെ ചേച്ചിമാരും 2 ചേച്ചിമാരും ഇവർക്കൊക്കെ അറിയില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും ഇവിടെ തന്നെ എത്ര കാലം ആൾക്കാർ നമുക്കുണ്ട്. പിന്നെ നമ്മളെ വിളിച്ച് അന്വേഷിക്കല്ല. നമ്മളെ വീഡിയോ കാണുമ്പോ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ ചോദിക്കുമ്പോ ചോദിക്കും. ഇപ്പൊ ഏറെ പ്രശ്നം എന്താ പറയാ, പുറത്തിറങ്ങുമ്പോ അത് കേൾക്കുമ്പോഴാണ് ഏറെ ഒരു സന്തോഷം സങ്കടം. ഞാൻ ഒരു രോഗിയായി എല്ലാരും മുന്നിലും. അപ്പൊ എല്ലാരും ചോദിക്കും എങ്ങനെയുണ്ട് അസുഖം, മരുന്ന് നിർത്തിയോ, മരുന്ന് ഉണ്ടോ, തടി ഒരുപാട് കൂടി, എങ്ങനെയുള്ള മരുന്ന് കുടിച്ചിട്ടോ. എല്ലാവർക്കും ഇപ്പൊ മരുന്നിന്റെ കാര്യം ചോദിക്കാനുള്ളൂ. മരുന്ന് കുടിച്ചിട്ട് തന്നെയാവും എല്ലാരും പറയും. ചിലരൊക്കെ പറയാ ഇപ്പൊ തന്നെ ഇംഗ്ലീഷ് മരുന്ന് നിർത്തിയിട്ട് ആയുർവേദം കുടിക്കാൻ പറയുന്നുണ്ട്, ഹോമിയോ. അപ്പൊ ഇപ്പൊ ഈ തലവേദന ഇപ്പൊ പെട്ടെന്നൊക്കെ ഹോമിയോ കുടിച്ചാലേ എന്താ പറയാ അത്ര ഡോസ് ഉണ്ടാവില്ലല്ലോ ഇംഗ്ലീഷ് മരുന്നിന്റെ. അപ്പൊ ഇതൊന്ന് മാറിയിട്ട് വേണമെങ്കിൽ ഇനി ഹോമിയോ കുടിച്ച് നോക്കാം. ഇപ്പൊ എന്തായാലും കുടിച്ചാൽ ഏൽക്കുണ്ടാവില്ല. എന്താ വെച്ചാല് അത്രയും തലവേദന. പിന്നെ തലവേദന ഉള്ള നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ കുറെ തലവേദന ഉള്ള ആൾക്കാരാണ്. അതന്നെ എല്ലാരും നമുക്ക് വിളിച്ചിട്ടുണ്ട്. തലവേദന ഉണ്ട്. ഇപ്പൊ കോഴിക്കോട് ഒരാൾ വിളിക്കുന്നുണ്ട്, തലവേദന ഉണ്ട് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് ഉണ്ട് തലവേദന, ഈ അസുഖം. അപ്പൊ ഈ അസുഖം തന്നെ വല്ലാത്തൊരു പ്രശ്നമുള്ള അസുഖം തന്നെയാണ്. എന്നാ കാര്യത്തില്ലേനും അതാണേ. നമ്മളിപ്പോ CT സ്കാൻ ചെയ്തു, MRI സ്കാൻ ചെയ്തു, അതിലൊന്നും ഒരു കുഴപ്പമല്ല. അതിന് കുഴപ്പമുണ്ടാൻ വേണ്ടിട്ടല്ല പറയുന്നത്, ഒരു കുഴപ്പമില്ല എനിക്ക്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഈ തല അത്രയും വേദന വരണമെങ്കിൽ എന്താ ഞാൻ വിചാരിക്കുന്നത് തലയൊക്കെ പൊട്ടി പൊളിഞ്ഞു പോകണം. അതാണ് തലച്ചോറൊക്കെ ഞാൻ ചോദിക്കലുണ്ട് ഏട്ടനോട്, എൻ്റെ തലച്ചോറൊക്കെ പഴുത്തു അങ്ങനെയൊക്കെ ചോദിക്കും. ആ ഒരു ഇതില് അത്രയും ഇടങ്ങാറാണ്, സഞ്ചാരാണ്. എന്താ ചെയ്യണത്? മരുന്ന് പ്രാർത്ഥനയുണ്ട്. ഈ 1.5 കൊല്ലം ഈ മരുന്ന് വെച്ചിട്ടൊന്നും ഏറ്റില്ല വെച്ചാൽ വല്ലാത്തൊരു കഷ്ടം. ഇത്രയും കുടിച്ചിട്ടും അതിനൊരു വഴി നമ്മളെ അനുഭവം വെച്ച് പറയാ. ഒരു ഡോക്ടറെ തന്നെ കണക്കാക്കി നിൽക്കരുതാരും. ആ ഡോക്ടറെ കുറ്റം പല പക്ഷേ മാറിയിട്ടുണ്ട് എല്ലാവർക്കും. പക്ഷെ ഷിജിക്ക് മാറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഡോക്ടറാണ്, അടിപൊളി പണ്ടത്തെ ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്. പക്ഷെ ഷിജിക്ക് എന്തോ പറ്റിയില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ലാസ്റ്റ് ഇങ്ങനെ മൈഗ്രെയിൻ ആവാൻ തോന്നില്ലത്. കാരണം ഇങ്ങനെ ആകുമ്പോ ഇത്ര മരുന്ന് കുടിച്ചിട്ടും ഇപ്പൊ 650 മരുന്ന് കുടിച്ചിട്ട് നിക്കണില്ല. ഇപ്പൊ റെഡി ആയിക്കോളും അല്ലേ?
അപ്പോൾ പിന്നെയും പറയുന്നത് വീഡിയോ ഇടണം കരുതിയല്ല, അപ്പോൾ ചെറിയ വിശേഷമായിട്ട് നിങ്ങളെ മുന്നിൽ വരാമെന്ന് കരുതിയിട്ടാണ്. അല്ലേ? അത് വന്നാൽ ഞങ്ങൾക്കൊരു സന്തോഷം, സന്തോഷം. സമാധാനം. ആ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അല്ലേ? അപ്പൂസേ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? അമ്മയ്ക്ക് ചാൻസ് കൊടുക്കണല്ലേ? അപ്പൂസിന്റെ ബാഗും സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം അവിടെ ചെന്നിട്ട്. നാളത്തെ വീഡിയോ നാളത്തെ വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. നാളെ നമുക്ക് കുറേ ഉണ്ട്, ഡോക്ടറെ അടുത്ത് പോകാണ്ട് കുറേ പണിയുണ്ട്. നമ്മൾ ഇന്നത്തെ വിശേഷം ചെറിയ വിശേഷം. നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.